അതുപോലെ തന്നെ ഓരോ കഥാപാത്രത്തെയും നമ്മൾ പരിശോധിച്ചാൽ സീതാദേവി പതിവ്രതയായിട്ടുള്ള ഒരു ഭാര്യയുടെ ധർമ്മം അനുഷ്ഠിച്ചു അല്ലേ? പതിവ്രതയായിട്ടുള്ള ഒരു പത്നിയുടെ ധർമ്മമല്ലേ അനുഷ്ഠിച്ചത്? അതുപോലെ ഓരോ സഹോദരന്മാരും ആ സഹോദരനോടുള്ള മൂത്ത സഹോദരനോടുള്ള കടമ നിർവഹിച്ചു. ഓരോ കഥാപാത്രത്തിനും ഇവിടെ വളരെയധികം പ്രത്യേകതകളുണ്ട്. പിന്നെ രാവണൻ ആരാണ്? ഭഗവാന്റെ തന്നെ പാർഷദന്മാര് ശാപം കിട്ടി വന്നതാ. അവർക്ക് മോക്ഷം കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്താ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവതരിച്ച് നിങ്ങൾക്ക് മോക്ഷം തന്നോളാന്ന്. രാവണനും കുംഭകർണനുമായിട്ട് ജനിച്ചു. അപ്പൊ അവർക്ക് മൂന്നാമത്തെ ജന്മത്തിൽ അവർക്ക് വീണ്ടും ഭഗവാൻ രണ്ടാമത്തെ ജന്മത്തിൽ ഇപ്പോൾ മോക്ഷം കൊടുക്കുകയാണ്. രാവണനെയും കുംഭകർണനെയും നിഗ്രഹിച്ചു. ഇനി ഒരു ജന്മം കൂടി എടുക്കും. അത് കൃഷ്ണാവതാരത്തിൽ ആ ജന്മത്തിലും മോക്ഷം കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഇവരാരായിട്ട് ചെല്ലും? ജയവിജയന്മാരായിട്ട് പാർഷദന്മാരായിട്ട് ഭഗവാന്റെ കൊട്ടാരത്തിൽ കാവൽക്കാരായിട്ട് വീണ്ടും അങ്ങോട്ട് ചെല്ലേണ്ടവരാ. അപ്പൊ എത്രയും വേഗം തന്റെ ഭക്തന്മാർക്ക് മോക്ഷം കൊടുക്കേണ്ടത് ആരുടെ ചുമതലയാ? ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ ഓരോരോ ലക്ഷ്യങ്ങളും ഉണ്ടാവും. ശ്രീരാമന്റെ അവതാരം കുറെ കാലത്തേക്ക് നീണ്ടു നിന്നു അല്ലേ? കുറെ നാളുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ അവതാരം അതുപോലെ 125 വർഷം ഭഗവാൻ മാനവലീലയാടിയെന്നാണ്. അതുപോലെ പല പല അവതാരങ്ങള് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അന്തർധാനം ചെയ്യുന്ന അവതാരങ്ങളാണ്. അപ്പോൾ ഓരോ അവതാരത്തിന്റെ പുറകിലും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതായത് ധർമ്മത്തിന് എപ്പോഴൊക്കെയാണ് നാശം സംഭവിക്കണം അപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കും. ഈ കലികാലത്തിലും ഭഗവാന്റെ അവതാരം വരും. വരുമോ? വന്നോ? നമുക്കറിയാമോ? നമുക്കറിയില്ല. കലിയുഗം 5000 ചില്ലാനും വർഷങ്ങളായിട്ടുള്ളൂ. എത്രയോ ലക്ഷം വർഷങ്ങൾ കിടക്കണു ഇനിയും. തുടക്കത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ അങ്ങോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും നമുക്ക്. തുടക്കത്തിലെ ഇത്രയും ഭീകരതയാണ് ജീവിതം അല്ലേ? എന്തൊക്കെ രോഗങ്ങളാ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പേര് പറയാൻ പറ്റാത്ത രോഗങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതല്ലേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതിൽ കണ്ട് എന്തോ ഒരു രോഗം വന്നാൽ 10 പേരിൽ 9 പേരും മരിക്കുന്നൊക്കെയാണ് ഇത് കാണിക്കണം. ഓരോരോ രോഗങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക. പേര് പോലും അറിയാൻ പറ്റും. ഇതൊക്കെ വല്ലവരും വിചാരിച്ചിട്ട് വരണതാണ്. അപ്പൊ കൊറോണ ആയിട്ട് വന്നത് ആര് തന്നെയാ? കൊറോണ എന്ന് പറഞ്ഞ വൈറസിന്റെ ഉള്ളിലിരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാ. ഈശ്വര ചൈതന്യമല്ലേ ഓരോ ജീവിയുടെ ഉള്ളിലിരിക്കുക. കൊറോണയുടെ ഉള്ളിലിരിക്കുന്നത് ഈശ്വര ചൈതന്യം തന്നെയാണ്. അത് വേറെ ആരുമല്ല, ഭഗവാന്റെ ചൈതന്യം അതിന്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ഓരോരോ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പല പല വിധത്തിലുള്ള ആദിവ്യാധികളെ കൊണ്ട് മനുഷ്യർ വല്ലാതെ ക്ലേശിക്കും ഈ കലികാലത്തില്. ആ ക്ലേശത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഭാഗവതവും അതുപോലെ രാമായണവും ഇതൊക്കെ പാരായണം ചെയ്യാൻ പറയണത്. കുറച്ചു നേരത്തേക്കെങ്കിലും മനസ്സമാധാനം കിട്ടും. ബാക്കിയെല്ലാം കാശ് കൊടുത്താൽ കിട്ടും. സമാധാനം കാശ് കൊടുത്താൽ കിട്ടുമോ? കിട്ടില്ല. അത് നമ്മൾ കണ്ടെത്തണം അല്ലേ? എല്ലാ സാധനവും ഈ ലോകത്തിലുള്ള എല്ലാ സുഖഭോഗങ്ങളും നമുക്ക് കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളല്ലേ? അല്ലേ? ചിന്താമണി ലോകസുഖം സുരദ്ര സ്വർഗസമ്പദം. അതായത് ചിന്താമണി എന്ന് പറയുന്നത് ധനം എന്നാണ് അർത്ഥം, പൈസ. അതുകൊണ്ട് ലോകത്തിലുള്ള സുഖങ്ങൾ മുഴുവൻ മേടിക്കാൻ കിട്ടുന്ന സുരദ്ര സ്വർഗസമ്പദം. സുരദ്രു എന്ന് പറയുന്നത് കൽപ്പവൃക്ഷമാണ്. സ്വർഗത്തിലുള്ള എല്ലാ സുഖവും കൊടുക്കുന്നത് കൽപ്പവൃക്ഷമാണെന്നാണ് പറയണത്. എന്നാൽ നമുക്ക് ഇവിടെ എന്ത് വേണം? നമുക്ക് വൈകുണ്ഠപ്രിയ ദർശനം. അതിന് എന്ത് വേണം? അതിന് ഭക്തി, സത്സംഗം. ഇതുകൊണ്ട് മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ? വൈകുണ്ഠപ്രാപ്തി നമുക്ക് കിട്ടുള്ളൂ. മനസമാധാനം നമുക്ക് പൈസ കൊടുത്താൽ കിട്ടില്ല. അത് നമ്മൾ സ്വയമേ കണ്ടെത്തണം. അതിന് ആ ശാന്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭഗവാനിലേക്ക് മനസ്സ് കൊണ്ടുവരണം. ബാക്കിയുള്ളതിൻ്റെയൊക്കെ പുറകെ പോയ ദുഃഖം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഓരോ സുഖത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ദുഃഖമല്ലേ ഉണ്ടാവണേ? ഭഗവാനിലേക്ക് എത്തിക്കൊണ്ട് അടുത്തടുത്ത് വന്നു നോക്കി സന്തോഷവും സമാധാനവും തന്നെ നമുക്കുണ്ടാവും. ഭഗവാന്റെ മനസ്സർപ്പിച്ച ദുഃഖമൊക്കെ ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത്, വന്ന് പ്രാർത്ഥിക്കുക, നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ ഇങ്ങനെ പറയണത് എന്തിനു വേണ്ടിയാ? 10 മിനിറ്റ് ആണെങ്കിലും കണ്ണടച്ചിരുന്ന് നാമം ജപിക്കാം. അത്രയും നേരം മനസ്സിനൊരു സുഖമില്ലേ അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയും. ഇതൊക്കെ ഈ അവതാരങ്ങളൊക്കെ ഇവിടെ ചന്ദനം ചാർത്തൊക്കെ നടത്തണത് എന്തിനു വേണ്ടിയാ? ചന്ദനം ചാർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ വല്ലവരും വരും അങ്ങോട്ട്. അത് മാത്രം തൊഴുവാൻ വരണമായിരിക്കും അല്ലേ? പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നിത്യ ക്ഷേത്ര ദർശനം നടത്തിയാൽ അത്രയും നല്ലതാണ്. എന്തിനാ ക്ഷേത്രത്തിൽ വന്നില്ലെങ്കിലും ഭഗവാൻ വിചാരിക്കാൻ പാടില്ലേ? വിചാരിക്കാം, വീട്ടിലിരുന്നും ജപിക്കാം. ഇവിടെ ഇത് രാവിലെ വൈകുന്നേരം തുറക്കണം. നമുക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടല്ലേ?
ഇവിടെ കിട്ടുന്ന ആ സ്വസ്ഥതയും സമാധാനവും വീട്ടിലിരുന്ന് ജപിക്കുമ്പോൾ കിട്ടുമോ? നമ്മൾ ജപിക്കാതിരിക്കുമ്പോഴായിരിക്കും കൊച്ചുമക്കൾ വന്ന് അച്ചമ്മ അമ്മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുലുക്കി വിളിക്കും. അല്ലെങ്കിൽ നാമം ചെല്ലുന്നവർക്ക് നമ്മുടെ ചിന്ത പല വഴിക്ക് പോകും. ഇല്ലേ? സ്വസ്ഥതയോടെ ഇരുന്ന് നാമം ജപിക്കാൻ പറ്റുമോ നമുക്ക് ഗൃഹത്തിൽ? പറ്റില്ല. ഇവിടെയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷം, ഒരു പോസിറ്റീവ് എനർജിയാണ് ക്ഷേത്രത്തിൽ. ദീപ ധൂപ ചന്ദനമൊക്കെ ഇതിൻ്റെ മണം, അതുപോലെ തന്നെ മണിയടി, ശംഖുവിളി, ശബ്ദവും കണ്ണും കാതും മനസ്സും എല്ലാം ഒരേപോലെ ശാന്തമാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അല്ലേ? വീട്ടിലാണെങ്കിൽ എന്തൊക്കെ ശബ്ദമായിരിക്കും. നമ്മൾ നാം ചിലപ്പോൾ അവിടെ TV വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ശബ്ദമായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് ജപിക്കാൻ പറ്റില്ല. അതിനാണ് ക്ഷേത്രത്തിലേക്ക് വരാൻ പറയണത്. ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹത്തിലും ഈശ്വരനുണ്ട്. വീട്ടിലിരുന്ന് ജപിച്ചാൽ ഭഗവാൻ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ. അതിന് ക്ഷേത്രത്തിൽ വരണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചില ആളുകളുടെ ചോദ്യം. ഒരു നിർബന്ധമൊന്നുമില്ല. പിന്നെ ക്ഷേത്രമൊക്കെ നാളെ തൊട്ട് അടച്ചുകൂട്ടി ഇടേണ്ടി വരും. ഭക്തന്മാർ വേണ്ടിയിൽ പിന്നെ ഇത് തുറന്നു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തിരുമേനിക്ക് വേണ്ടിയിട്ടാണ് തിരുമേനി തുറക്കണേ. നമുക്ക് ഭഗവാനെ കണ്ട് തൊഴുവാൻ വേണ്ടിയിട്ടല്ലേ? ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഇവിടെ തൊട്ടടുത്തുള്ളവരാണെങ്കിൽ വന്നു ഒന്ന് തൊഴുതിട്ട് പോയാൽ അത്രയും സന്തോഷം അല്ലേ? ഇവിടുത്തെ പൂജാകാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അതിന് നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുത്താലല്ലേ അതൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ക്ഷേത്രത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ പാലിക്കുകയും വേണം. അതുകൊണ്ടാണ് ഈശ്വരൻ സർവ്വവ്യാപിയാണ്. പിന്നെ എന്തിനു ക്ഷേത്രത്തിൽ വരണം? ചില ആൾക്കാരുടെ സംശയം. നമ്മൾ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെയാണ് ആരാധിക്കണേ. പട്ടിയും എന്താണ് പാമ്പിനെയും പഴുതാരെയും എല്ലാത്തിനെയും നമ്മൾ ആരാധിക്കേണ്ടെന്നൊക്കെയാണ് മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കണത്. നമ്മൾ പറയണത് അങ്ങനെയാ. മരത്തിനെ ആരാധിക്കേണ്ടത്, പാമ്പിനെ ആരാധിക്കേണ്ടത്, നമ്മൾ വെള്ളത്തിനെ നദിയെ ആരാധിക്കേണ്ടെന്നൊക്കെയാണ് ഓരോരുത്തർക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ആരാധിക്കണേ? കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും എല്ലാം ഈശ്വരനുണ്ടെന്ന് നമ്മൾ മാത്രമേ പറയണുള്ളൂ. സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വര ചൈതന്യമായതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും പൂജിക്കുന്നത്. നദികൾ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്നാ. നാഡീഞരമ്പുകളാണ് ഭഗവാന്റെ വിശ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ 17 ലോകവും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിരാട് സ്വരൂപമുണ്ട്. അതില് നാഡികളാണ് നദികളെന്നാണ്. വൃക്ഷങ്ങള് ഭഗവാന്റെ രോമകൂപങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ അംഗങ്ങളും ഭഗവാന്റെ അംഗങ്ങളായി കാണുന്നത്. 14 ലോകം നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രപഞ്ചം ഉൾപ്പെടുന്ന ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിലുള്ള എല്ലാത്തിനെയും നമ്മൾ ഈശ്വരനായി കണ്ട് ആരാധിക്കണം. നമുക്ക് മാത്രം അതിന് പറ്റുള്ളൂ, ബാക്കി ആർക്കും അതിന് പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അപ്പൊ സർവവ്യാപിയായിട്ടിരിക്കുന്ന ഈശ്വരനെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അതിന് പ്രത്യേകിച്ച് നിയമവും നിബന്ധനയും ഒന്നുമില്ല. ക്ഷേത്രത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. ചില നിയമങ്ങളും നിബന്ധനകളും ഒക്കെ നമ്മൾ അനുസരിച്ചേ മതിയാകും. അറിവ് നേടാൻ പല മാർഗമുണ്ട് അല്ലേ? ഓൺലൈനായിട്ട് പഠിക്കാം നമുക്ക് അല്ലേ? പുസ്തകം മേടിച്ച് വീട്ടിൽ വെച്ചിരുന്ന് പഠിക്കാം. പള്ളിക്കൂടത്തിൽ പോകണ്ട് നമ്മൾ പഠിക്കാം അല്ലേ? വീട്ടിലിരുന്ന് പഠിക്കുന്നതിന് ഓൺലൈനിൽ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. നമുക്ക് തോന്നുമ്പോൾ പഠിക്കാം, ഇഷ്ടമുള്ളപ്പോൾ പുസ്തകം അടച്ചു വയ്ക്കാം. സ്കൂളിൽ പോയി അവിടുത്തെ നിയമം പാലിക്കണം അല്ലേ? ഓരോ സ്ഥാപനത്തിനും ഓരോരോ പ്രോട്ടോക്കോളുണ്ട്, നിയമങ്ങളുണ്ട്. അതനുസരിച്ചേ മതിയാകൂ. അതുപോലെ ക്ഷേത്രത്തിനുണ്ട് ചില ആചാരാനുഷ്ഠാന നിയമങ്ങളൊക്കെ. ഓരോ ക്ഷേത്രത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. അത് നമ്മൾ അനുഷ്ഠിച്ചേ മതിയാകും. ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങോട്ട് വരണം എന്നൊരു നിർബന്ധമില്ല. ഇങ്ങോട്ട് വരണ്ടെങ്കിൽ അതിൻ്റെ നിയമം നമ്മൾ അനുസരിക്കണം. ഓരോ ക്ഷേത്രത്തിനുണ്ട് ഓരോ ആചാരാനുഷ്ഠാനങ്ങൾ. ഇന്നലെ കുറച്ചൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അതിലേക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഓവുചാലൊക്കെ മുറിച്ച് കിടക്കരുതെന്നും തീർത്ഥം ഒരു തലയിൽ ഒഴിക്കരുതെന്നും ഒക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന്, അതായത് ഭഗവാന്റെ ആ വിഗ്രഹത്തിലെ നെഗറ്റീവ് എനർജിയെ കളയാൻ വേണ്ടിയിട്ടാണ് അഭിഷേകമൊക്കെ നടത്തുന്നത്. അത് ഒഴുകി ഒന്ന് നമ്മുടെ തലയിലേക്ക് ഒഴിച്ച് ആ നെഗറ്റീവ് എനർജി കൊണ്ട് നമ്മൾ സ്വീകരിച്ചത്. അപ്പം നമ്മൾ പ്രദക്ഷിണം വെച്ച് തൊഴുതതിൻ്റെ ആ പോസിറ്റീവ് ഇതെല്ലാം അവിടെ നഷ്ടപ്പെട്ടു പോകും നമുക്ക്. അതുകൊണ്ടാണ് അതിലെ നെഗറ്റീവ് എനർജിയെ കളയാൻ വേണ്ടി അഭിഷേകം നടത്തുന്നത്. അപ്പോൾ അതൊഴുകി ഒന്ന് നമ്മുടെ തലയിലേക്ക് ഒഴിച്ചാലോ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയി പോകും. അപ്പം അതുകൊണ്ടാണ് അതൊന്നും സ്വീകരിക്കരുതെന്നൊക്കെ പറയണത്. പിന്നെ അതിൻ്റെ താഴെ ഒരാൾ ഇരിപ്പുണ്ട്, ആ ഭൂമിയിൽ പോലും വീഴരുതെന്നാണ്. അതുകൊണ്ടാണ് അതിലൊരു ഭൂതഗണമുണ്ട്, എന്താ ഒരു പേരുണ്ടല്ലോ, അത് മറന്നുപോയി. അത് സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണതാണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ. ഇവിടത്തെ അത് അങ്ങനെ കണ്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഓവുചാല് മുറിച്ച് കിടക്കരുത് ശിവന്റെ നടക്കൽ. എന്താ ഗംഗയാണ് ഇടത്തുവശത്ത് കൂടെ
ദേവിയാണ് അത്, അതിനെ കവച്ചു വയ്ക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെട്ട് അതൊക്കെ അനുസരിക്കണം നമ്മൾ. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നും ഓരോ കാര്യങ്ങളും അറിഞ്ഞ് വേണം ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇന്ന് ശ്രീരാമ അവതാരം ഓടിച്ചെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് രാമായണ കഥയൊക്കെ മുഴുവനായിട്ടും അറിയാം എന്ന് എനിക്കറിയാം. എന്നാലും ഇതിനൊക്കെ ആ രാമായണ കഥയിലേക്ക് എത്താനുള്ള പല പല കാരണങ്ങളുണ്ട്. ഇതൊക്കെ ഭഗവാൻ ഉണ്ടാക്കിയ കാരണങ്ങളാ അല്ലേ? ഇതൊക്കെ നടന്നേ തീരൂ. അതുകൊണ്ടാണ് ഭഗവാൻ കൈകേയിയെ കൊണ്ട് മന്ദരയെ കൊണ്ട് പറയിപ്പിച്ചതും ഒക്കെ ആര് തന്നെയാ? ഈശ്വരൻ തന്നെയാ. അപ്പൊ അതൊക്കെ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് ലോകത്തൊരു ഇല പോലും ചലിക്കണത്. അതല്ലാതെ നമുക്ക് ഈ വിരൽ പോലും അനക്കാൻ പറ്റില്ല ഭഗവാൻ വിചാരിക്കാതെ. പറ്റുമോ? പറ്റില്ല. ഈ ശ്വാസം എടുക്കണതും അകത്തേക്ക് വലിക്കണം പുറത്തേക്ക് വിടുന്നതും ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചത്. എപ്പോഴാണ് അകത്തേക്ക് വലിക്കാൻ പറ്റാണ്ടാവണേ നമുക്കറിയാൻ പറ്റുമോ? ഒരു നിശ്ചയവുമില്ല. എപ്പോഴാണ് ഈ രാത്രിയും പകലുമൊന്നുമില്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമിക്കണം ഭഗവാനെ. നമ്മൾ എന്തോരം ഈ 50 വയസ്സിനോടിടയ്ക്ക് എത്രയോ ഓക്സിജൻ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവും. എത്ര ലക്ഷം രൂപയുടെ ഇല്ലേ? അപ്പം നമുക്ക് ശ്വാസമുട്ടൽ വന്നിട്ട് മെഡിക്കൽ ട്രസ്റ്റിൽ പോയി കിടന്നു എന്ന് വെച്ചോ. അവിടെ അവർ ഓക്സിജൻ കണ്ടത് വായിലേക്ക് കൊണ്ടുവച്ച് തരും. പോരാനവർക്ക് ഒരു വലിയ ബില്ലും എഴുതി തരുമോ? ഇത്രയും ദിവസം സിലിണ്ടർ ഉപയോഗിച്ചതിൻ്റെ എന്താ ഓക്സിജൻ. ഇപ്പം ഭഗവാൻ എന്തോരം കാശ് കൊടുത്താലും നമ്മളല്ലേ ഈ ജനിച്ചിട്ട് ഇതുവരെ എന്തോരം ഓക്സിജൻ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം രൂപ നമ്മൾ കൊടുത്താലാ ഭഗവാനല്ലേ? ഭഗവാനെ അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കണത് അല്ലേ? ഒരു ഇത്തിരി ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നാൽ ബില്ല് എഴുതി തരില്ലേ അവര് ഇല്ലേ? അപ്പം നമ്മൾ എന്തോരം ഇത്രയും കാലം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഭഗവാൻ വല്ല കണക്കും വെച്ചിട്ടുണ്ടോ ഇതിനൊക്കെ? ഒരു കണക്കും വെച്ചിട്ടില്ല. അപ്പോൾ ഭഗവാനെ നമ്മൾ നമസ്കരിക്കണം. നമുക്കിതെല്ലാം തന്നിട്ടുണ്ട് ഈശ്വരൻ അല്ലേ? എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ആരുടെ കൃപയാണ്? ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അപ്പം അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രഭാഷണമൊക്കെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ